Hello dear students, this is a continuation of our previous class on product positioning, and next we can go to techniques of product positioning. Okay, so what all are the steps in product positioning? First we are identifying potential competitive advantage, and then identifying the competitor's position, choosing right competitive advantage, communicating this, and monitoring the positioning strategy. These were the steps in product positioning. So next we can see the techniques or the strategies of product positioning or the approaches to product positioning. First is positioning by corporate identity. The companies that have become a tried and trusted household name, for example Tata, Sony, Godrej, etc., are used to imply the competitive superiority of new brands. അതായത് ഇവിടെ കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റിയുടെ പേരിലുള്ള പൊസിഷനിങ്, ഇങ്ങനത്തെ റെപ്യൂട്ടഡ് കമ്പനീസ് ഉണ്ടല്ലോ, ടാറ്റ, സോണി, ഗോദ്രേജ്, ഇങ്ങനത്തെയൊക്കെ അവരുടെ എന്താ പറയുക, അവർക്ക് ഹൗസ് ഹോൾഡ് എന്നുള്ള ഒരു ഐറ്റംസ് ആണ് അവർ കൂടുതലും, അല്ലേ? അതുപോലെ തന്നെ വളരെയധികം ട്രസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികളാണ് ഇവർ. ഒരുപാട് പ്രൊഡക്ട്സ് ഇവർ ഓഫർ ചെയ്തിരിക്കുന്നത്, കുറേ വർഷം അതിന് നല്ല ഒരു ഗ്യാരണ്ടി ഉണ്ട്, അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ദീസ് ആർ യൂസ്ഡ് ടു ഇംപ്ലൈ ദ കോമ്പറ്റേറ്റീവ് സുപ്പീരിയോറിറ്റി ഓഫ് ദിയർ ന്യൂ ബ്രാൻഡ്സ്. അപ്പം അത് ആ ഒരു കമ്പനിയുടെ പേര്, കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റി, അതാണ് ഇവിടെ പൊസിഷനിങ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി. ഓക്കെ, നെക്സ്റ്റ് ഇസ് പൊസിഷനിങ് ബൈ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ്. അതായത് മാർക്കറ്റേഴ്സ് യൂസ് ദ നെയിംസ് ഓഫ് കമ്പനീസ് പവർഫുൾ ബ്രാൻഡ്സ് ഫോർ ലൈൻ എക്സ്റ്റൻഷൻസ് ഓർ വൈൽ എൻറ്ററിങ് അനദർ പ്രോഡക്റ്റ് കാറ്റഗറി. ലക്സ്, സർഫ്, ടൈറ്റൻ, ഡെറ്റോൾ, എക്സെട്ര, അതിനൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ദീസ് നെയിംസ് ഹാവ് ബീൻ സക്സസ്ഫുള്ളി യൂസ്ഡ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ പ്രോഡക്ട്സ്. അതായത് പുതിയ പ്രോഡക്ട്സ് നമുക്ക് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാനും അതിനെ എൻഡോഴ്സ് ചെയ്യാനും വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ബ്രാൻഡുകൾ, ലക്സ്, സർഫ്, ടൈറ്റൻ, ഇതിൻ്റെയൊക്കെ പേരുകൾ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ ടൈറ്റൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈറ്റൻ്റെ വാച്ചസ്, അതുപോലെ നമ്മളിപ്പം ആ ടൈറ്റൻ്റെ കീഴിൽ പുതിയൊരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ടൈറ്റൻ്റെ പേരിലാണ് നമ്മൾ എൻഡോഴ്സ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലക്സ് എടുക്കുകയാണ്, ലക്സിൻ്റെ സോപ്പ് ഉണ്ടല്ലോ ഓൾറെഡി, അത് നമ്മൾ പുതിയൊരു സോപ്പ് തന്നെ വേറൊരു വെറൈറ്റി ഫോമിൽ നമ്മളിപ്പോൾ ട്രാൻസ്പാരൻറ്റ് സോപ്പായിട്ട് നമ്മൾ ഇറക്കുകയാണെന്ന് വിചാരിക്കുക. എന്നിട്ട് നമ്മൾ ലക്സിൻ്റെ പേരിൻ്റെ കീഴിലാണ് നമ്മളത് ഇറക്കുന്നത്. സോ ഫസ്റ്റ് പറഞ്ഞത് കോർപ്പറേറ്റ് ഐഡൻറ്റിറ്റിയാണ് നമ്മളൊരു സ്ട്രാറ്റജി ആയിട്ട് പൊസിഷനിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. രണ്ടാമത് ആ ഒരു ബ്രാൻഡാണ്, ബ്രാൻഡ് എൻഡോഴ്സ് ചെയ്യുന്നത് വഴി ഒരു പൊസിഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. തേർഡ് ഈസ് പൊസിഷനിങ് ബൈ പ്രൊഡക്റ്റ് ആട്രിബ്യൂട്ട്സ് ആൻഡ് ബെനിഫിറ്റ്സ്. അതായത് പ്രൊഡക്റ്റിൻ്റെ ഓരോ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവുമല്ലോ, അത് അല്ലെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന ബെനിഫിറ്റ്സ് വെച്ചിട്ട് പൊസിഷനിങ് ചെയ്യുന്നു. മോസ്റ്റ് കോമൺ ടെക്നിക്കാണ്. ഇവിടെ സ്പെഷ്യൽ ആട്രിബ്യൂട്ട്സ് ആൻഡ് ബെനിഫിറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. കോൾഗേറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പൊസിഷൻഡ് ഓൺ ഫ്രഷ് ബ്രെത്ത്, അല്ലേ? അതാണ് കോൾഗേറ്റിൻ്റെ പരസ്യത്തിൽ ആദ്യം നമ്മൾ കാണുന്നത്, അല്ലേ? ഫ്രഷ് ബ്രെത്ത് എന്നുള്ളത്. അതുപോലെ പ്രിവെൻഷൻ ഓഫ് ഡീകേ ആൻഡ് ടേസ്റ്റ്, അല്ലേ? അതുപോലെ ക്ലോസപ്പ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പൊസിഷൻഡ് ഓൺ ഫ്രഷ് ബ്രെത്ത് ആൻഡ് കോസ്മെറ്റിക്സ് ബെനിഫിറ്റ്സ്. പിന്നെ പ്രോമിസ് എന്ന് പറയുന്നത് അതാണെങ്കിൽ ഇറ്റ് ഈസ് പൊസിഷൻഡ് ഓൺ ഗം കെയർ, അല്ലെ? ഗമ്മും കൂടി കെയർ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് അത് എൻഡോഴ്സ് ചെയ്യുന്നത്. അതുപോലെ ടാഗ് ലൈൻ ഓഫ് ടാറ്റ ഇൻഡിക്ക, ടാറ്റ ഇൻഡിക്കയുടെ ടാഗ് ലൈൻ എന്താ? മോർ കാർ പെർ കാർ എന്നുള്ളതാണ്. അപ്പം ദസ് അണ്ടർ ദിസ് സ്ട്രാറ്റജി ദ കമ്പനീസ് പൊസിഷൻ ദെയർ പ്രോഡക്ട്സ് ബൈ പ്രോമിസിങ് സം, അത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ്സ് കിട്ടും ഷുവർ എന്നുള്ള ആ ഒരു കാര്യം വെച്ചിട്ടാണ് കമ്പനീസ് അതിനെ പൊസിഷൻ ചെയ്യുന്നത്. ഓക്കെ, സോ അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ ആട്രിബ്യൂട്ട്സ്, സ്പെഷ്യൽ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് വെച്ചിട്ട് പൊസിഷനിങ് നടത്തുന്നു. ഓക്കെ, നെക്സ്റ്റ് ഇസ് പൊസിഷനിങ് ബൈ യൂസ്, ഒക്കേഷൻ ആൻഡ് ടൈം. ഇവിടെ the idea behind this positioning approach is to find an occasion or time of use and sit on it. For example, Vicks Vapor, it is to be used for a child's cold at night, അല്ലേ? നമ്മൾ ആ പരസ്യം ഒന്ന് ഓർത്ത് നോക്കിയേ, ഒരു കുട്ടി ഭയങ്കര തലവേദന, തുമ്മൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ കിടക്കുന്നു, അപ്പോൾ അമ്മ വന്നിട്ട് വിക്സ് പരട്ടി കൊടുക്കുന്നു, അല്ലേ? അപ്പോൾ അത് മാറുന്നു. അതാണ് ഒരു അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചൈൽഡിൻ്റെ കോൾഡ്, രാത്രിയിൽ ചൈൽഡിൻ്റെ കോൾഡ് മാറാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഡിസിൻ, അല്ലേ? ബെർണോൾ ഓയിൻമെൻറ്റ്, ഇറ്റ് ഈസ് ഫോർ ബേൺസിന് വേണ്ടിയിട്ട് മാത്രമാണ് ബേർണോൾ എന്ന് പറയുന്നത്. പിന്നെ ഡെറ്റോൾ, ആൻറ്റിസെപ്റ്റിക്,
അല്ലേ, അത് എന്തെങ്കിലും മുറിവുകളൊക്കെ വരികയാണെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നു. കിറ്റ് കാറ്റ് ആണെങ്കിലോ ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ് കാറ്റ്, അല്ലേ. ലിങ്ക്സ് ദ ബ്രാൻഡ്. അതുപോലെ ടീ ആൻഡ് കോഫി, അതായത് ലിങ്ക്സ്, ഇത് ഈ ഒരു കിറ്റ് കാറ്റ് ലിങ്ക് ചെയ്യുന്നത് നമ്മൾ ചായ കുടിക്കാൻ ഇടയ്ക്ക്, അല്ലേ, നമ്മൾ സാധാരണ എന്തെങ്കിലും ഒരു എന്താ പറയുക, എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ബ്രേക്ക് എടുക്കുക എന്ന് പറയും. ബ്രേക്ക് ടീ ബ്രേക്ക് ആയിട്ടല്ലേ, ഹാവ് എ ടീ ബ്രേക്ക് എന്നല്ലേ പറയുക. അതിന് പകരമായിട്ടാണ് ഇവിടെ ഹാവ് എ ബ്രേക്ക്, ഹാവ് എ കിറ്റ് കാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ഇവിടെ പൊസിഷനിങ് ബൈ യൂസ്, അതിൻ്റെ യൂസ്, ഒക്കേഷൻ, ടൈം ഒക്കെ വെച്ചിട്ടാണ് ഇവിടെ പൊസിഷനിങ് നടത്തുന്നത്. നെക്സ്റ്റ് ഇസ് പൊസിഷനിങ് ബൈ പ്രൈസ് ആൻഡ് ക്വാളിറ്റി. ഇവിടെ വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു അപ്രോച്ചാണിത്. ഇവിടെ എന്താണ്, കമ്പനി പൊസിഷൻ ഇറ്റ്സ് ബ്രാൻഡ് ബൈ എംഫസൈസിങ് ഇറ്റ്സ് പ്രൈസ് ആൻഡ് ക്വാളിറ്റി. അതായത് ഒരു നല്ലൊരു എക്സാമ്പിൾ ഏതാണെന്ന് വെച്ചാൽ നിർമ്മ ഡിറ്റർജൻറ്റ് പൗഡർ, വാഷിംഗ് പൗഡർ നിർമ്മ, നിങ്ങൾ പരസ്യം കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ. ഇറ്റ് ഹാസ് സക്സസ്ഫുള്ളി യൂസ്ഡ് പ്രൈസ് ക്വാളിറ്റി പൊസിഷനിങ് സ്ട്രാറ്റജി. അതായത് ആ പരസ്യത്തിൽ തന്നെ പറയുന്നുണ്ട് പ്രൈസ് വളരെ കുറവാണ്, അതുപോലെ നല്ല ക്വാളിറ്റി ആണ് ഈ ഒരു ഡിറ്റർജൻറ്റിന് എന്നുള്ളത് കേട്ടോ. പിന്നെ ടൈമെക്സ് എന്ന് പറയുന്നത് യൂസ്ഡ് ദി സ്ട്രാറ്റജി ഫോർ ദ ക്വാർട്സ് എന്ന് പറഞ്ഞ വാച്ചസ് ഉണ്ടല്ലോ. അപ്പം അവർക്ക് വളരെ സക്സസ് ആയി എന്നാണ് പറയുന്നത് ഈ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട്. പ്രൈസ് ആൻഡ് ക്വാളിറ്റി, പ്രൈസ് കുറവും ക്വാളിറ്റി കൂടുതലും എന്ന് പറഞ്ഞിട്ട് അതിനെ എൻഡോഴ്സ് ചെയ്യുന്നത്. പക്ഷെ അത് വെറുതെ പറയല്ല കേട്ടോ, ആക്ച്വലി അതിന് ഒരു ക്വാളിറ്റിയും ഉണ്ട്, പ്രൈസ് കുറവും തന്നെയാണ്. ഓക്കെ. പിന്നെ പൊസിഷനിങ് ബൈ പ്രൊഡക്റ്റ് കാറ്റഗറിയാണ് നെക്സ്റ്റ്. ഒരു കാറ്റഗറി, ദിസ് അപ്രോച്ച് ഈസ് യൂസ്ഡ് സോ ദാറ്റ് ദ ബ്രാൻഡ് ഈസ് പെർസീവ്ഡ് ആസ് ബിലോങ്ങിങ് ടു അനദർ പ്രൊഡക്റ്റ് കാറ്റഗറി. അതായത് വെൻ മാരുതി ഇൻട്രൊഡ്യൂസ്ഡ് ഇറ്റ്സ് വാൻ, മാരുതിയുടെ വാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം ഇറ്റ് വാസ് ഇനീഷ്യലി പൊസിഷൻഡ് ആസ് വാൻ ആൻഡ് അഡ്വർടൈസ്ഡ് അക്കോർഡിംഗ്ലി, ഒരു വാൻ ആയിട്ട് തന്നെയായിരുന്നു. സബ്സിക്വൻ്റ്ലി ദിസ് വെഹിക്കിൾ വാസ് പൊസിഷൻഡ് ആസ് മാരുതി ഓംനി, പിന്നീട് അത് മാരുതി ഓംനി ആയി. ആൻഡ് ദ പൊസിഷൻ, അല്ലേ, അത് എന്താ പറയുക, സ്പേഷ്യസ് ആയിട്ട് ഫാമിലി കാർ ആയിട്ടുള്ളൊരു ഫാമിലി കാർ എന്നുള്ളൊരു ഇതിലേക്ക് ആ ഓംനിനെ വരുത്താൻ തുടങ്ങി. അപ്പം അംബാസഡറും ഫിയറ്റും ഒക്കെ ആയിട്ടൊരു കോമ്പറ്റീഷൻ വരാൻ തുടങ്ങി ഈ ഒരു മാരുതിയുടെ ഇതിന് കേട്ടോ. ആൻഡ് പിന്നെ പറയുകയാണെങ്കിൽ സോഫ്റ്റ് ഡ്രിങ്ക് എടുക്കുകയാണെങ്കിൽ 7up എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ് ഡ്രിങ്ക് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് പൊസിഷൻഡ് ആസ് എ ബിവറേജ് ദാറ്റ് ഹാഡ് എ ഫ്രഷ് ക്ലീൻ ടേസ്റ്റ്. ദാറ്റ് വാസ് ദസ്, അതായത് നമ്മുടെ ദാഹം ശമിപ്പിക്കുക എന്നുള്ള ഒരു ഇതായിരുന്നു അതിൻ്റെത്. ലേറ്റർ ഈ പൊസിഷനിങ് സ്ട്രാറ്റജി ഓഫ് 7up വാസ് റിയൽ സോഫ്റ്റ് ഡ്രിങ്ക്, അല്ലെ, ഒരു സോഫ്റ്റ് ഡ്രിങ്ക് ആയിട്ട് മാറാൻ തുടങ്ങി. അതായത് നോട്ട് എ കോമൺ ആൻഡ് ഫെമിലിയർ കോള ബട്ട് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ടു കോള. ഓക്കെ. അപ്പം അതുപോലെ ടോയ്ലറ്റ് സോപ്പ് ഡോവ് നമുക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയുന്നതല്ലേ. HULൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഡോവ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് പൊസിഷൻഡ് അവേ ഫ്രം ദി ടോയ്ലറ്റ് സോപ്പ് കാറ്റഗറി. ടോയ്ലറ്റ് സോപ്പ് ആയിട്ടല്ല, അതൊരു ബ്യൂട്ടി സോപ്പാണ്, അല്ലേ. ഇറ്റ്സ് പൊസിഷനിങ് ഇസ് ആസ് ക്ലെൻസിങ് ക്രീം പ്രോഡക്റ്റ് ഫോർ യങ് ലേഡീസ് വിത്ത് ഡ്രൈ സ്കിൻ, അല്ലേ. നമ്മൾ ഒരു അഡ്വർടൈസ്മെൻറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു മമ്മിയുടെ മുഖം എന്ത് സോഫ്റ്റാന്ന് പറഞ്ഞിട്ടൊരു കുട്ടി വന്നിട്ട് തൊട്ട് നോക്കുന്നത്, അല്ലേ. സോ അപ്പോൾ ഇത് സോഫ്റ്റ് ആവാനും ലേഡീസിന്, ഡ്രൈ സ്കിന്നുള്ള ലേഡീസിനെ സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡോവ് സോപ്പ് എന്ന് നമുക്ക് പറഞ്ഞ് വരുന്നുണ്ട്, അല്ലേ. അപ്പോൾ അങ്ങനെ അതുപോലെ കെലോഗ്സ് ന്യൂട്രിഗ്രെയിൻ ബാർ എന്ന് പറഞ്ഞിട്ട് കെലോഗ്സിൻ്റെ ഉണ്ടല്ലോ, അതിനെ മോർണിംഗ് ബാർസ് ആയിട്ട്, അതായത് രാവിലെ കഴിക്കാനുള്ള പ്രോട്ടീൻ ബാർ എന്നൊക്കെ പറയില്ലേ, അതുപോലെ ആയിട്ടാണത് കണക്കാക്കുന്നത്. സോ അങ്ങനെ പൊസിഷനിങ് ബൈ പ്രൊഡക്റ്റ് കാറ്റഗറി, ഓരോ കാറ്റഗറി വൈസ് ആയിട്ട് പൊസിഷനിങ് നടത്തുന്നു. നെക്സ്റ്റ് ഇസ് പൊസിഷനിങ് ബൈ പ്രൊഡക്റ്റ് യൂസർ. This is a strategy of positioning the product as an exclusive product for a particular class of customers. For example, Farex was initially positioned for two age groups, infants and old people. Farex എന്ന് പറയുന്നത് ഒരു ഇതാണ് കേട്ടോ, നമ്മുടെ എന്താ പറയുക, ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കില്ലേ, അതുപോലത്തെ ഒരു സംഭവമാണ് ഫാരക്സ്. അത് ഒന്നില്ലെങ്കിൽ കുട്ടികൾക്ക്, ഇപ്പം നമ്മളുടെ ഇതില്ലേ, അതിനെന്താ പറയുക, എൻ്റെ പേര് മറന്നുപോയല്ലോ, ഇതുപോലെ കുറുക്കി കൊടുക്കുന്ന പീഡിയാഷ്യൂർ. ഓക്കെ, പീഡിയാഷ്യൂർ എന്ന് പറയുന്നത് അത് ചെറിയ കുട്ടികൾക്കും ഉണ്ട്, ഓൾഡ് ഏജിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു ഇതായിരുന്നു ഫാരക്സ്. ലേറ്റർ ഓൺ ദ പ്രോഡക്റ്റ് വാസ് റീപൊസിഷൻഡ് ഫോർ ഇൻഫൻസ് ഫ്രം ദ ഏജ് ഓഫ് 3 months to 1 year ആൻഡ് അപ്രോപ്രിയേറ്റ് പാക്ക് ഡിസൈൻ ചേഞ്ചസ് വർ മെയ്ഡ്. ഓക്കെ, അപ്പോൾ ആദ്യം ഇത് ചെറിയ കുട്ടികൾക്കും വലിയവർക്കും, വലിയ ഏജ്ഡ് ആയിട്ടുള്ളവർക്കും എന്നുള്ളതായിരുന്നു. പിന്നീട് അത് കുട്ടികൾക്ക് മാത്രമാക്കി മാറ്റി. 3 months മുതൽ 1 വയസ്സ് വരെ ഉള്ള കുട്ടികൾക്ക് മാത്രമായിട്ട് മാറ്റി.
ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പൊസിഷനിങ് ബൈ പ്രൊഡക്റ്റ് യൂസർ. Next is positioning by competitor. This is an offensive positioning strategy and is often seen in cases of competitive advertising. The best and most widely quoted example of this type of positioning is by Avis. Avis എന്ന് പറയുന്നത് the car rental company യുഎസ്എയിലുള്ളൊരു കാർ റെൻ്റൽ കമ്പനിയാണ്. Avis gave a powerful reason to its potential customers that we try harder because we are number 2 എന്ന്. We try harder because we are number 2. This positioning succeeded because Hertz held number 1 position in USA and Avis related to Hertz. People show a natural sympathy and inclination to support the underdog. അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം 2 ബ്രാൻഡുകളുണ്ട് എന്ന് വിചാരിക്കുക ഒരു പ്രൊഡക്റ്റിന്. അപ്പം ഈ ബ്രാൻഡ് എ ആൻഡ് ബ്രാൻഡ് ബി ഫോർ എക്സാമ്പിൾ കേട്ടോ. അപ്പം ബ്രാൻഡ് എ എന്ന് പറയുന്നത് ബ്രാൻഡ് ബിയേക്കാളും കുറച്ചും കൂടി നല്ലതാണ് എന്ന് വിചാരിക്കുക. അപ്പം എന്നിട്ട് നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റും അല്ലെങ്കിൽ പൊസിഷനിങ് സ്ട്രാറ്റജി കൊടുക്കുമ്പം ഇവിടെ ഞാൻ മറ്റേ ബ്രാൻഡിനേക്കാളും അല്ലെങ്കിൽ മറ്റേ ബ്രാൻഡിൻ്റെ ഒപ്പം എത്താൻ വേണ്ടി അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി മികവുള്ളതാവാൻ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളത് കൺസ്യൂമേഴ്സിൻ്റെ ഉള്ളിൽ എത്തിക്കാനുള്ള ശ്രമമാണ്. അങ്ങനെ വരുമ്പം കൺസ്യൂമേഴ്സ് എന്ത് ചെയ്യും? ഈ ഒരു എന്താ പറയുക, രണ്ടാമത് പറഞ്ഞ ബ്രാൻഡ് ബി എന്ന് പറയുന്ന അത് കൂടുതലായിട്ട് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം എന്നുള്ള രീതിയിലൊന്ന് പർച്ചേസ് ചെയ്യാൻ തുടങ്ങും. അതിനെയാണ് ഇവിടെ പറയുന്നത് നാച്ചുറൽ സിമ്പത്തി ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ. പൊസിഷനിങ് ബൈ കോമ്പറ്റീറ്റർ മേ ബി യൂസ്ഡ് ബിക്കോസ് കോമ്പറ്റീറ്റേഴ്സ് ഹാസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഇമേജ് ഇൻ ദ മാർക്കറ്റ് ആൻഡ് ദ മാർക്കറ്റർ വാണ്ട്സ് ദ കൺസ്യൂമേഴ്സ് ടു ബിലീവ് ദാറ്റ് ദ ബ്രാൻഡ് ഇസ് ബെറ്റർ ഓർ അറ്റ് ലീസ്റ്റ് ആസ് ഗുഡ് ആസ് ഓഫേർഡ് ബൈ ദി കോമ്പറ്റീറ്റർ. Okay, it is like telling people that one lives next to the residence of Aishwarya Roy at Juhu Beach in Mumbai rather than getting involved in explaining the locality and streets. Okay, in a positioning by symbols, and some companies use some symbols for positioning their products. For example, Esso Petrol has used the symbol of the tiger to position itself in the market. നെക്സ്റ്റ് ഇസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൊഡക്റ്റ് പൊസിഷനിങ് ആൻഡ് ഈ ടെക്നിക്സ് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. ടാർഗറ്റിംഗ് സ്റ്റെപ്സാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. നെക്സ്റ്റ് ഇസ് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൊഡക്റ്റ് പൊസിഷനിങ് ആൻഡ് മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ. അത് ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ടെക്സ്റ്റിൽ ആകെ കുറച്ച് കൊടുത്തിട്ടുള്ളൂ. അതല്ലാതെ ഞാൻ നെറ്റിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് തരാം കേട്ടോ, ലിങ്ക് ഇട്ട് തരാം. അടുത്തത് റീപൊസിഷനിങ് എന്താണെന്നും കൂടി പറയാം. റീപൊസിഷനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമ്മളുടെ കൺസ്യൂമേഴ്സിൻ്റെ മൈൻഡിലുള്ള ഒരു പൊസിഷൻ ഉണ്ടല്ലോ നമ്മുടെ പ്രൊഡക്റ്റിന്, അതിനെ നമ്മൾ റീപൊസിഷൻ ചെയ്യാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ മോണിറ്ററിങ് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ റീപൊസിഷൻ ചെയ്യണം. സംടൈംസ് കമ്പനീസ് ട്രൈ ടു ചേഞ്ച് ദെയർ പൊസിഷനിങ് ആൻഡ് ദ റീപൊസിഷനിങ് മീൻസ് ചേഞ്ചിങ് ദ പ്രൊഡക്റ്റ് ഡിസൈൻ, ഫോർമുലേഷൻ, ബ്രാൻഡ് ഇമേജ് ഓർ ബ്രാൻഡ് നെയിം. അതായത് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസൈൻ, ഫോർമുലേഷൻ, ബ്രാൻഡ് ഇമേജ്, അതിൻ്റെ പേര്, ഇതിലൊക്കെ ഒരു മാറ്റം വരുത്തുക. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഓൾട്ടർ ദ പ്രൊഡക്ട്സ് കോമ്പറ്റേറ്റീവ് പൊസിഷൻ. ഇറ്റ് ഇൻവോൾവ്സ് ചേഞ്ച് ഇൻ ദ ടാർഗറ്റ് മാർക്കറ്റ്സ്. ദ ഡിഫറൻഷ്യൽ അഡ്വാൻറ്റേജസ് ഓർ ബോത്ത്. This repositioning is changing the position of a brand. ഓക്കെ, ചോദിക്കാറുണ്ട്, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് 1 മാർക്ക് 2 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മാരിക്കോ എന്ന് പറയുന്ന ഒരു ബിസ്ക്കറ്റ് അല്ലേ, ഇറ്റ് ഹാസ് റീപൊസിഷൻഡ് ഇറ്റ്സ് പാരച്യൂട്ട് ബ്രാൻഡ് ഫ്യൂ ഇയേഴ്സ് ബാക്ക്. Johnson & Johnson repositioned their baby shampoos and lotions for the adult market by changing the promotional and packaging strategy. അഡൾട്ടിലും കൂടിയിട്ട് യൂസ് ചെയ്യത്തക്ക രീതിയിൽ അല്ലേ, അതും കൂടി വന്നിരുന്നു. പിന്നെ ദിസ് വാസ് ഇൻ റെസ്പോൺസ് ടു ഗ്രോയിങ് ഓപ്പർച്യൂണിറ്റീസ് ഡ്യൂ ടു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്. അതുപോലെ ലൈഫ് ബോയ് ഹാസ് അണ്ടർഗോൺ റീപൊസിഷനിങ് ഓൺ ദി ഹെൽത്ത് പ്ലാറ്റ്ഫോം. The original Lifebuoy was a carbolic soap which was perceived to be different from the regular cosmetic soap. Lifebuoy relaunched itself on the health proposition as a family soap with a change in the product composition. And the composition with more of cosmetic fragrance and a different packaging with a visual of a family. അല്ലേ, പണ്ടൊക്കെ ലൈഫ് ബോയ് എന്ന് പറയുമ്പോൾ ഒരാളിങ്ങനെ സോപ്പ് തേച്ച് നിൽക്കണം, അതായിരുന്നു അതിൻ്റെ ഒരു പരസ്യത്തിൽ ഉണ്ടായിരുന്നത്. പിന്നീട് ഒരു ഫാമിലി മൊത്തം എന്നുള്ള ഒരു ഇതിലേക്ക് വന്നു. Red Label, an established brand of tea, repositioned itself on product attributes, adding vitamins. അല്ലേ, ലക്സ് ആണെന്നുണ്ടെങ്കിൽ derived from word luxury.
ലക്സിന് ലക്ഷറി എന്ന് പറയുന്ന വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തെടുത്തതാണെന്നാണ് പറയുന്നത് കേട്ടോ. അത് HULൻ്റെ ഏറ്റവും എന്താ പറയുക ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റാണ് ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതാണ് റീപൊസിഷനിങ് എന്ന് പറയുക. സോ ഇൻ ഷോർട്ട്, റീപൊസിഷനിങ് മീൻസ് ചേഞ്ചിങ് ദി പ്രോഡക്റ്റ് ഡിസൈൻ, ഫോർമുലേഷൻ, ബ്രാൻഡ് ഇമേജ് ഓർ ബ്രാൻഡ് നെയിം so as to alter the product's competitive position. Okay, so thank you.